ഇസ്രായേൽ ട്രംപിൻ്റെ പിടിയിലാണോ, ട്രംപ് ഇസ്രായേലിൻ്റെ പിടിയിലാണോ? ഇത് രണ്ടും പരസ്പര പൂരകം തന്നെയാണ്. അപ്പോൾ നമ്മൾ പലതരം സിദ്ധാന്തങ്ങൾ പറയും. ട്രംപ് ഇങ്ങനെ അപ്രതീക്ഷിതമായി പെരുമാറുന്ന ആളാണ്, അയാൾക്ക് തോന്നും പോലെ ചെയ്യുന്നതാണ്, ഇസ്രായേലിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൻ്റെ സ്വാധീനം കൊണ്ട് ഇസ്രായേൽ ട്രംപിനെ പരിധിയിൽ വെച്ച്, അങ്ങനെ പല സിദ്ധാന്തം പറയാം. ഇസ്രായേൽ ട്രംപിനെ പരിധിയിലാക്കിയിരിക്കുകയാണെന്നുള്ളത് ശരിയാണ്. അതിപ്പോഴല്ലല്ലോ, ഇപ്പോഴേ അല്ല അത്. കാരണം അമേരിക്കയുടെ US എംബസി തെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാനെടുത്ത് തീരുമാനം എടുത്തതാരാണ്? അത് ട്രംപ് ഒറ്റയ്ക്കാണ്. ട്രംപ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അത്. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണത്. അതായത് അമേരിക്ക ഈ ജെറുസലേം കേന്ദ്രമാക്കിയുള്ള, കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം എന്നുള്ളതാണ് ഫലസ്തീൻ കോസ്. 2 നേഷൻ തിയറിയാണ് ഒബാമയുടെ അവസാന കാലഘട്ടം വരെ അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. 2 നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയുള്ള ഫലസ്തീൻ രാജ്യം. ഈ 2 നേഷൻ തിയറി എന്ന് പറയുന്ന ചീട്ട് കീറിക്കളയുന്ന ഒന്നാണ് തെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് ഇത് മാറ്റുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ സൂത്രധാരനാരാണ്? ട്രംപിൻ്റെ മരുമകനായ ജെറാഡ് കുഷ്ണറാണ്. ഈ കുഷ്ണർ തന്നെയാണ് അബ്രഹാം അക്കോർഡിൻ്റെ സൂത്രധാരൻ. അതിലേക്ക് GCC രാജ്യങ്ങളെ കൊണ്ടുവരുന്നത്. അവസാനം 2024 ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക്, ഹമാസിൻ്റെ ആക്രമണത്തിലേക്ക് വഴിവെക്കുന്ന സംഭവങ്ങളുടെ മുഴുവൻ സൂത്രധാരൻ ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പരിധിയിലാണോ, ഇസ്രായേൽ ട്രംപിൻ്റെ പരിധിയിലാണോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് വഴിവെച്ച ഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ട്രംപിൻ്റെ ഐഡിയ ആണ്. അബ്രഹാം അക്കോർഡ് ട്രംപിൻ്റെ ഐഡിയ ആണ്. ഈ എംബസി മാറ്റം ട്രംപിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഇസ്രായേൽ ട്രംപിൻ്റെ പിടിയിലാണോ, ട്രംപ് ഇസ്രായേലിൻ്റെ പിടിയിലാണോ? ഇത് രണ്ടും പരസ്പര പൂരകം തന്നെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിൻ്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എപ്സ്റ്റീൻ ഫയലിനെ പറ്റിയൊക്കെ കേൾക്കുന്നതിന് മുമ്പാണ് ഈ എംബസി മാറ്റമുണ്ട്, US കോൺസുലേറ്റ് മാറുന്നത്. അപ്പോൾ ട്രംപ് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ട്രംപ് ഇറാൻ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ പ്രഖ്യാപനം കേവലമായ ഒരു കൂളിംഗ് പീരീഡാണ്. കൂളിംഗ് പീരീഡ് എന്ന് തന്നെ പറയാം. സൈനികമായും സാമ്പത്തികമായുള്ള ഒരു കൂളിംഗ് പീരീഡാണ്. അവരാക്രമണം തുടരുക തന്നെ ചെയ്യും. ഇറാൻ അതിലൊട്ടും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലാണ് ഇനി അടുത്ത ടോക്ക് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ US വൈസ് പ്രസിഡന്റ് JD വാൻസ് അതിൽ പങ്കെടുക്കുമെന്ന് കേൾക്കുന്നു. പാകിസ്ഥാൻ വഴി ഇറാൻ്റെ കയ്യിലേക്കൊരു ഡോക്യുമെൻ്റ് US പ്രസിഡന്റ് ട്രംപ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഡോക്യുമെൻറ്റിൽ എന്താണുള്ളതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഒരു 15 നിർദ്ദേശങ്ങളാണുള്ളത്. ഈ 15 നിർദ്ദേശത്തിലാണ് കഴിഞ്ഞ 2025 മുതൽ ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ടോക്ക് ഈ 15 നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ആ 15 നിർദ്ദേശങ്ങളെ ഇറാന് അംഗീകരിക്കാവുന്ന ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യാം, അതായത് ഉപരോധങ്ങൾ നീക്കാം, അതുവഴി കിട്ടുന്ന പണം നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ഇറാൻ ഒരു കാലത്തും സമ്മതിക്കില്ല.